എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ അലീനയും ശരണ്യയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അലീന നെടുമ്പരക്കിൽ നിന്ന് പോകുന്ന വിവരം അറിഞ്ഞപാടെ ശരണ്യ ആകെ വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ അലീനയാകട്ടെ ശരണ്യയെ ആശ്വസിപ്പിക്കുകയും മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞു മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇതേ സമയം നെടുമ്പുരക്കിലാകട്ടെ ബാലചന്ദ്രൻ ബബിതയെ വിളിക്കുകയാണ്. ബബിത വന്ന പാടെ കൃഷ്ണമ വന്നോ എന്ന് തിരക്കുന്നുണ്ട്. അവൾക്ക് ഇന്നത്തെ അവസാനത്തെ എക്സാമാ. ഇന്നൊരു എക്സാമും കൂടി ചേർത്ത് അവൾക്കിനി പരീക്ഷയെല്ലാം കഴിഞ്ഞുവെന്ന് ബബിത പറയുന്നു. കൃഷ്ണ വന്നു കഴിയുമ്പോൾ രോഹിതനെ കൂടി വിളിക്കാനാ ബാലനിപ്പം ബബിതയോട് ആവശ്യപ്പെടുന്നത്. കൃഷ്ണ വന്ന് കയറിയ പാടെ ബാലൻ പറയുന്നുണ്ട്, നീ പോയി രോഹിയെ വിളിച്ചോണ്ട് വരാനായിട്ട്. അങ്ങനെ രോഹിതും കൂടി താഴേക്ക് വന്നതുകൊണ്ട് ബാലചന്ദ്രൻ ഇപ്പോൾ എല്ലാവരോടും ചേർന്ന് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ രോഹിത്തും കൂടി വന്ന ശേഷം ബാലചന്ദ്രൻ എല്ലാവരോടും അറിയിക്കുന്നു, അലീന നാളെ എവിടെ നിന്ന് പോവുക. ഇത് കേൾക്കുന്ന കൃഷ്ണ, നാളെയോ? നാളെ തന്നെ പോകണോ? മറുപടിയെ ബാലൻ, കുറെ ആയില്ലേ അവള് പറയുന്നു, ഇനി അത് നീട്ടിക്കൊണ്ടു പോകണ്ടെന്ന് വിചാരിച്ചു. ഇതെല്ലാം കേൾക്കുന്ന രോഹിത്, എവിടേക്കാ? അച്ഛനെന്ന് പോയി കണ്ട കുളത്തൂപ്പുഴ ആ വീട്ടിലേക്ക് തന്നെയാണോ? മറുപടിയെ ബാലൻ, നല്ല സ്ഥലാ, ഇതിനെക്കാട്ടിലും വലിയ വീടാ അവിടെ. ഒരുപാട് മുറികളും ഉണ്ട്, കുറെ നായ്ക്കളും. അലീനയ്ക്ക് ഇഷ്ടപ്പെടും. എന്തുകൊണ്ടും ഇവിടത്തെക്കാട്ടിലും സുഖവും സന്തോഷവും സമാധാനവും അലീനയ്ക്ക് അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ബബിത, അതെന്താ വെച്ചാ നമ്മൾ അത്രയ്ക്ക് മോശക്കാരാണോ? എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന കൃഷ്ണയാകട്ടെ അലീന ചേച്ചിയെ പറഞ്ഞയക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നു. മറുപടിയെ ബാലൻ, നമ്മൾ പറഞ്ഞയക്കുന്നതല്ലോ, അവൾ തനിയെ പോകുന്നതല്ലേ. ആരും തന്നെ അവളുടെ മുമ്പിൽ സങ്കടമൊന്നും കാണിക്കരുത്. സമാധാനത്തോടു കൂടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകട്ടെ. നഷ്ടം എന്തായാലും നമുക്ക് തന്നെയാ. അതിന്റെ വലിപ്പം നമുക്ക് എന്തായാലും ഇപ്പം മനസ്സിലാകില്ലെന്നാണ് ബാലൻ അവരോടൊക്കെ പറയുന്നത്. അതിനുശേഷം അലീനയാകട്ടെ വൈജയും മുത്തശ്ശിയും കണ്ട് യാത്ര പറയാനായിട്ട് മനുവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അലീനയെ കണ്ടപാടെ ചെറിയ ഞെട്ടലാണ് മനു. അലീന തുടരുകയാണ്, അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അച്ഛനെ കൊണ്ടുവിടാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു എന്ന്. ഉടനെ തന്നെ എന്നെ അവിടെ കൊണ്ടുവിടുമെന്ന് അലീന മനുവിനോടായി പറയുന്നു. അച്ഛനെന്തായാലും എനിക്കായിട്ട് മോശപ്പെട്ടൊരു സ്ഥലം കണ്ടുപിടിക്കില്ലെന്ന് ഉറപ്പാണെന്ന് അലീന പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട ശേഷം മനു, അപ്പോ യാത്ര പറച്ചില് അതും അവസാനമായിട്ടല്ലേ? ഇതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നാ അലീന പറയുന്നത്. മനു മറ്റൊന്നാണ് ചോദിക്കുന്നത്, ആരൊക്കെയുണ്ട് യാത്ര പറയുന്നവരുടെ ലിസ്റ്റില്? ആ ലിസ്റ്റില് ഞാനുണ്ടോന്നാ ചോദിക്കുന്നത്. മറുപടി അലീന, മാഡത്തിനോടാ എനിക്ക് ആദ്യം പറയാനായിട്ടുള്ളത്. പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരോടും ശരണ്യോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കേൾക്കുന്ന മനു വിഷമത്തോടു കൂടി, അപ്പൊ എന്നോടോ? പിന്നെ അലീനയെ കൂട്ടി അകത്തേക്ക് എത്തിയ മനു അലീനയോടെ ചോദിക്കുന്നു, നിനക്ക് ആരെ കാണണമെന്ന് തീരുമാനിച്ചോ? മറുപടി അലീന, എന്നെ ഇങ്ങോട്ടേക്ക് മമ്മി അയക്കുമ്പോൾ ആകെ ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആരാണെന്നുള്ള കാര്യം ഇവിടെ ആരെയും അറിയിച്ച് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. എന്നാൽ എനിക്ക് ആ വാക്ക് പാലിക്കാനായി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയായ വൈജയെ തന്നെയാണ് കാണേണ്ടതെന്നാണ് അലീന പറയുന്നത്. മറുപടി മനു, വൈജാൻ്റെ മുകളിൽ രഞ്ജുവിൻ്റെ റൂമിലുണ്ട്, അന്ന് വന്ന് കണ്ടില്ലായിരുന്നോ? ചെല്, അവിടെ പോയി കണ്ടോളാനായിട്ട് ആവശ്യപ്പെടുന്നു. പിന്നെ മനു തന്നെയാണ് വൈജയുടെ റൂം നോക്ക് ചെയ്യുന്നത്. ഡോറ് തുറന്ന പാടെ അലീനയെ കണ്ട വൈജ ആകെ ദേഷ്യത്തിലാണ്. ഡോറ് തുറന്ന പാടെ വൈജ, എന്താടാ മനു, എന്താ കാര്യം? അലീനയ്ക്ക് ആൻറ്റിയോട് സംസാരിക്കണ്ടെന്നാ മനു പറയുന്നത്. ഇത് കേൾക്കുന്ന വൈജ, എനിക്ക് ആരോടൊന്നും സംസാരിക്കണ്ട. എന്നാൽ മറുപടി അലീന, എനിക്ക് മാഡത്തിനോട് സംസാരിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വൈജ സമ്മതിച്ച് അകത്തേക്ക് പോകുന്നു. അലീന വൈജയോടെ സംസാരിക്കുന്നു. ഞാൻ നാളെ കടപ്പാട്ടൂർ വീട് വിട്ടു പോവുകയാണെന്നാ പറയുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് വൈജ ചോദിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നാ വൈജയോടായി അലീന അപേക്ഷിക്കുന്നത്. അലീന തുടരുകയാണ്, എനിക്ക് മാഡത്തോട് ദേഷ്യമോ ശത്രുതയോ ഒന്നും തന്നെ ഇല്ല. എൻ്റെ അമ്മയായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. അന്നും ഇന്നും എന്നും അതങ്ങനെ തന്നെയായിരിക്കും എന്നാ അലീന പറയുന്നത്. മാഡം ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഇതെല്ലാം കേൾക്കുന്ന വൈജ ദേഷ്യത്തോടു കൂടി, നിന്റെ പ്രാർത്ഥനയുടെ കൂടുതലുകൊണ്ടാണല്ലോടി ഞാനിപ്പോൾ ഒന്ന് ശരിക്കും നടക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ ഞൊണ്ടി നടക്കുന്നത്. വൈജയാകട്ടെ അലീനയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞു കൂട്ടുമ്പോൾ അലീന അവസാനം വൈജയുടെ ഒരു കാര്യം പറയുന്നു. ഞാൻ ഇത്രയും നാള് മാഡം എന്തൊക്കെ പറഞ്ഞിട്ടും ആ വീട്ടിൽ തന്നെ പിടിച്ചു നിന്നത് മാഡത്തിന് വേണ്ടി മാത്രമായിരുന്നു, മാഡത്തിന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഇത് കേൾക്കുന്ന വൈജ ദേഷ്യത്തോടെ, എന്റെ കുടുംബം രക്ഷിക്കാനോ? അതിനുവേണ്ടിയാണോ നീ കഴക്കൂട്ടത്തുനിന്ന് ഇങ്ങോട്ട് അവതരിച്ചത്? നീ വന്നു കയറുന്നതിന് മുമ്പ് നല്ല ഐശ്വര്യത്തോടു കൂടി ജീവിച്ചുകൊണ്ട് വരുന്ന കുടുംബമായിരുന്നു എൻ്റേത്. അത് നിനക്ക് അറിയാവുന്ന വൈജ ചോദിക്കുന്നത്. ഇതിനും ഒരു കുറവുണ്ടായിരുന്നില്ല. നീ വന്ന് കയറിയതോടുമില്ലടി സകല ദുരിതം ഉണ്ടായതെന്നാണ് വൈജ ചോദിക്കുന്നത്. ഇതിന് കൂടുതൽ പറയുന്നു, നീ കാരണമല്ലേടി എന്റെ ജീവിതം പോലും അപകടത്തിലായതെന്നാ വൈജ ചോദിക്കുന്നത്. തെറ്റുകളും ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞല്ലോ, എന്നോട് ക്ഷമിക്കണമെന്നാ വൈജയോടെ അലീനെ അപേക്ഷിക്കുന്നത്. വൈജയാകട്ടെ ദേഷ്യത്തോടു കൂടി അലീനെ ശപിക്കുകയാണ്. നീ എന്തായാലും കുറിച്ചു വെച്ചോ, ഒരു കാലത്ത് നീ നന്നാവത്തില്ലെന്നാ വൈജ പറയുന്നത്. കാരണം അത്രയ്ക്ക് നീ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ തീ തെറ്റിച്ചിട്ടുണ്ട്, നീ എന്തായാലും അനുഭവിക്കുമെന്നാ വൈജ പറയുന്നത്. എല്ലാം മറുപടി എന്നാണോ അലീന? മാഡം എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എനിക്ക് ഏൽക്കില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. അതിനോട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ പോയി കഴിയുമ്പോൾ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാനോ വീട്ടിൽ ചെന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനോ പോകരുത്. കാരണം മാഡം പോയതിനു ശേഷം ആ കുടുംബം ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത്. മാഡമായിട്ട് ചെന്ന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്.
എന്നാൽ ഇത് കേൾക്കുന്ന വൈജ ദേഷ്യത്തോടെ എന്റെ കുടുംബം എങ്ങനെ നോക്കി നടത്തണമെന്ന് എനിക്കറിയാം. അതിന് നിന്റെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. അതും 22 വർഷത്തോളം കൂടെ ജീവിച്ച ആളുടെ കൂടെ ഇനി തുടർന്നെങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാമെന്ന വൈജ പറയുന്നത്. എന്നാൽ ഇത് കേട്ടപാടെ അലീന ചില പഴയ കാര്യങ്ങളെ പറ്റിയാണ് വൈജയെ ഓർമ്മിപ്പിക്കുന്നത്. മാഡം പണ്ട് ആഗ്രയിൽ വെച്ച്, അതും കൃത്യമായി പറഞ്ഞാൽ 22 വർഷത്തോളം മുമ്പ് നടന്ന ചില കാര്യങ്ങളെ പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നവിടെ ആണൊരുത്തന്റെ കൂടെ ജീവിച്ച ചില കാര്യങ്ങളെ പറ്റി മാഡം ഒന്ന് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് തന്നെ ഇനിയും വീട്ടിൽ ചെന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തലയ്ക്ക് അടിയായിരിക്കും ഏൽക്കാൻ പോകുന്നത്. അടിയിൽ നിന്ന് ചിലപ്പോൾ മാഡത്തിന് എഴുന്നേൽക്കാൻ പോലും പറ്റാതായി പോവും. മാഡത്തിന്റെ കുടുംബം തന്നെ ചിതറിപ്പോയെന്നിരിക്കും. ഇതൊക്കെയായാലും മാഡത്തിന് ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് അലീന വീണ്ടും പറയുന്നത്. മാഡം എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം മക്കളും ഭർത്താവും പറയുന്നത് കേട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കണം. ആകട്ടെ അലീന പറഞ്ഞ ചില കാര്യങ്ങളുടെ ഞെട്ടലിലാണ് ഇപ്പോഴും. അലീനയും ബാലചന്ദ്രനും തന്റെ പൂർവ്വകാലത്തെ പറ്റി മനസ്സിലാക്കിയോ എന്നുള്ള ആദിയിലാണ് വൈജ. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പെരുമാറ്റമല്ല ഇപ്പോൾ അലീനയ്ക്ക് വൈജയോടായി ഉള്ളത്. അലീന പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടും സമാധാനത്തോടും കൂടി കേട്ടുകൊണ്ട് നിൽക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.